നമസ്കാരം. താരിഫ് വർദ്ധിപ്പിച്ചത് ഇപ്പോൾ വെളുക്കാണ്ടിച്ചത് പാണ്ടായോ എന്നറിയാൻ വയ്യാതെ നെട്ടോട്ടം ഓടുകയാണ് ട്രംപ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ താരിഫ് അടിച്ചേൽപ്പിച്ചു. എന്നാൽ ഇന്ത്യയെ തൊട്ടതോടെ കളി മാറി എന്നു തന്നെ വേണം പറയാൻ. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ തണലിൽ ഒത്തുകൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് ട്രംപിന് മേൽ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. അതിനിടെ അടുത്തയാഴ്ച ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 20-ലധികം ലോക നേതാക്കളെ ഒരുമിപ്പിക്കാൻ ഒരുങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ കാരണം നേരിട്ടും അല്ലാതെയും ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളും പങ്കെടുക്കുന്ന പരിപാടി ഈ രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം വിളിച്ചോതുന്നതായിരിക്കും. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന റഷ്യയെ മറ്റൊരു നയതന്ത്ര വിജയം നേടാനും ഇത് സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ചൈനയുടെ വടക്കൻ തുറമുഖ നഗരമായ ടിയാൻജിനിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നടത്തുന്ന ഉച്ചകോടി ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ ആയിരിക്കും നടക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും കൂടാതെ മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, ദക്ഷിണേഷ്യ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളെയും ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 7 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മോദി വീണ്ടും ചൈന സന്ദർശിക്കുന്നത്. 2020 നടന്ന അതിർത്തി സംഘർഷങ്ങളെ തുടർന്നുണ്ടായ ഉരസലുകൾ ലഘൂകരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമം നടത്തുന്നതിനിടെയാണ് ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് മോദി അവസാനമായി ഷിയുമായും പുടിനുമായും ഒരേ വേദി പങ്കിട്ടത്. ചൈന ഇന്ത്യ ചർച്ചകൾ ഉടൻ നടക്കുമെന്ന് മോസ്കോ പ്രതീക്ഷിക്കുന്നതായി ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസി ഉദ്യോഗസ്ഥർ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഉച്ചകോടിക്ക് ശേഷം വൈകാതെ മോദി ചൈനയിൽ നിന്ന് മടങ്ങുമെന്നാണ് പ്രധാനമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ആ ആഴ്ച അവസാനം ബെയ്ജിംഗിൽ നടക്കുന്ന 2ാം ലോക മഹായുദ്ധത്തിന്റെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി പുടിൻ അവിടെ തുടരും. പുടിൻ റഷ്യയ്ക്ക് പുറത്ത് ഇത്തരത്തിൽ ഇത്രയധികം ദിവസം ചിലവഴിക്കുന്നത് അസാധാരണമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2001 SCO സ്ഥാപിതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഉച്ചകോടിയായിരിക്കും ഇത്തവണത്തേതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. പുതിയ തലത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പ്രധാന വേദിയായി ഈ ഉച്ചകോടി മാറുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇതോടെ ട്രംപിന്റെ കിളി പാറുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. ഇനി എങ്ങനെയെങ്കിലും ഈ കൂട്ടുകെട്ട് തകർക്കണം, അതാണിപ്പോൾ ട്രംപിന്റെ ഒരേ ഒരു ചിന്ത. അതിന്റെ മുന്നോടിയായി ചൈനയുമായുള്ള തീരുവ ചർച്ചകൾക്കിടെ അവിടെ നിന്നുള്ള 6 ലക്ഷം വിദ്യാർത്ഥികൾക്ക് US സർവകലാശാലകളിൽ പ്രവേശനം അനുവദിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വാഗ്ദാനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയുമായുള്ള ബന്ധം US-ന് പ്രധാനമാണെന്നാണ് നിലവിൽ ട്രംപിന്റെ നിലപാട്. ചൈനയോട് നീ പൊന്നപ്പനല്ല തങ്കപ്പനാണെന്നാണ് ട്രംപ് പറയുന്നത്. നികുതി ഇനത്തിലും മറ്റും ധാരാളം പണം ചൈനയിൽ നിന്ന് US-ലേക്ക് വരുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ചൈനയുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമിടുന്നതെന്നുമാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ അത് മുൻ US പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്തെ ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US മാധ്യമമായ ഫോക്സ് ന്യൂസിന്റെ കണക്കു പ്രകാരം വിവിധ US സർവകലാശാലകളിലായി നിലവിൽ 2,70,000 ചൈനീസ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ളവരോ പ്രധാന ഗവേഷണ മേഖലയിലുള്ളവരോ ആയ ചൈനീസ് പൗരരുടെ വിസ റദ്ദു ചെയ്യുമെന്ന് മേയിൽ US ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ജൂൺ മുതൽ അതിനു വിരുദ്ധമായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അതിനു പുറമെ ചൈനയിലേക്ക് ഒന്ന് പോയി വരാൻ പോലും ട്രംപ് ഉറപ്പിച്ചു തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ വർഷമോ അല്ലെങ്കിൽ അതിനുശേഷമോ ചൈന സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ട്രംപ് പറയുന്നത്. ചൈനയുമായുള്ള മികച്ച ബന്ധം ഉണ്ടായിരിക്കുമെന്നും ചൈന അമേരിക്കയ്ക്കെതിരെ കാർഡിറക്കി കളിച്ചാൽ പോലും സംയമനം പാലിക്കാനാണ് ട്രംപിന്റെ തീരുമാനം. പെട്ടെന്നുള്ള ഈ ചൈന പ്രേമത്തിന് കാരണം കൂട്ടുകക്ഷി ബന്ധത്തിലുള്ള ഭയം തന്നെയാണ് എന്ന് ഉറപ്പാണ്. അധികാരത്തിൽ വന്നതിനു ശേഷം ചൈനയുമായി നികുതി യുദ്ധത്തിന് ട്രംപ് തുടക്കമിട്ടിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്ക് പിഴച്ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് ഇന്ത്യയും റഷ്യയുമായുള്ള കൂട്ടുകെട്ടിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. എന്നാൽ അതിന് വിപരീതമായി സഖ്യം ചേരാനുള്ള സാധ്യതകൾ കണ്ടതോടെയാണ് ചൈനീസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുത്തൻ നയങ്ങൾ ആവിഷ്കരിക്കാൻ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച